തിരുവനന്തപുരം പേട്ടയിലെ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതികളിലേക്ക് നീളുന്ന സൂചന പോലീസിന് ലഭിച്ചതായി വിവരങ്ങൾ വരുന്നു. കുട്ടിയെ ഉപേക്ഷിച്ച റെയിൽവേ ട്രാക്കിന് അടുത്തുള്ള ചതുപ്പിൽ നടത്തിയ പരിശോധനയിലും പ്രദേശത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചതായിട്ടാണ് വിവരം. മേരിയുടെ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി വീണ്ടും ശേഖരിക്കാനാണ് പോലീസിന്റെ നീക്കം. കുട്ടി കുറച്ച് ആക്റ്റീവായിട്ട് ഓടുകയും ചാടുകയും ചെയ്യുന്ന കുട്ടിയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു സ്ഥലത്ത് എത്രമാത്രം കുട്ടിക്ക് എത്താൻ വേണ്ടി പറ്റുമെന്നുള്ളത് അപ്പോഴും ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അത് ആദ്യം കുട്ടിയുടെ സൈക്കോളജിക്കൽ കൗൺസിലിംഗും അതുപോലെ അതിനുശേഷമുള്ള ഫാമിലിയുടെ കൂടുതലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും പോലീസ് അന്വേഷിക്കേണ്ടതായിട്ട് വരും. SAT ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുഞ്ഞിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് മെഡിക്കൽ സംഘം അറിയിച്ചിട്ടുണ്ട്. 24 മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷം ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷമായിരിക്കും കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യുക. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാനുണ്ട്. ഷഫീദ്, ഈ 2 വയസ്സുകാരിയുടെ ഈ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട് പോലീസിന് പുതുതായി ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? മാത്രമല്ല കുഞ്ഞിന്റെ ആരോഗ്യനില സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും. 2 വയസ്സുകാരിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്നുകൂടി ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടർന്ന ശേഷം നാളെ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭിച്ച വിവരം. മാത്രമല്ല ഇക്കാര്യത്തിൽ ഇനി ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പോലീസിന്റെ അന്വേഷണമാണ്. പോലീസിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധി പോലീസ് നേരിടുന്നുണ്ട്. പോലീസ് ഈ കുട്ടിയെ കണ്ടെത്തിയ ചതുപ്പ് നിലത്തിന് സമീപത്തെ പ്രദേശങ്ങളിലെ CCTV ദൃശ്യമടക്കമുള്ള കാര്യങ്ങൾ ശേഖരിച്ച് പരിശോധിച്ചിരുന്നു. ഉച്ചവരെ പോലീസ് ഒരു ലീഡിലേക്ക് പോകുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. പക്ഷേ ഇപ്പോൾ ആ ലീഡിനെ കുറിച്ച് പോലീസ് കാര്യമായി ഒന്നും പറയുന്നില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. അതേസമയം പോലീസിനെ സംബന്ധിച്ച് പോലീസ് 2 സാധ്യതകളും ഒരേപോലെ പരിശോധിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊന്ന്, പോലീസിന് ഇപ്പോൾ സംശയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് CCTV ദൃശ്യങ്ങളടക്കം ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ ചില അസംഷൻസ് ആണ്. സ്വാഭാവികമായും അതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുമ്പോൾ അതിന്റെ തുടർ സാധ്യതകളിലേക്ക് പോകാനുള്ള ലീഡുകൾ പോലീസിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് മറ്റൊരാൾ കുട്ടിയെ എടുത്തുകൊണ്ടുപോയി ആ ചതുപ്പിലേക്ക് ഇടാനുള്ള സാധ്യത അത് പോലീസ് കാണുന്നുണ്ട്. നമ്മളിന്ന് രാവിലെയൊക്കെ ചർച്ച ചെയ്തതുപോലെ തന്നെ അതിലേക്ക് വരാനുള്ള ഒരു വഴിയടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കാണുന്നുണ്ട്. മറ്റൊന്ന്, പോലീസ് ഇതുവരെയും പുറത്തുവിടാത്ത ഒരു CCTV ദൃശ്യം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. ആ CCTV ദൃശ്യം വളരെ രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കാം എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്. അതിൽ എന്തെങ്കിലും പുതിയ ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്ന വിവരമാണ്. പോലീസ് പുറത്തുവിടാത്ത CCTV ദൃശ്യങ്ങൾ, അതിൽ നിന്നും ചില പ്രധാനപ്പെട്ട നിർണായകമായ സൂചനകൾ പോലീസിന് ലഭിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഷഫീദ് റാവുത്തർ അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.